തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല ഗൃഹനാഥയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരുമ്പോൾ ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദര സംബന്ധമായിട്ട്, യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കന്നിമൂല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും പേടിയുള്ള, അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ദിക്കാണ് കന്നിമൂല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിമൂലയിൽ ഉണ്ടാകാവുന്ന ഏതൊരു പാളിച്ചയും ഒരു ദോഷവും നമ്മുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കും. കന്നിമൂലയിൽ ടോയ്ലറ്റ് പാടില്ല എന്ന് പറയുമ്പോൾ പലരും ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വരച്ചതും ഈ മാർക്ക് ചെയ്താക്കുന്നതുമായിട്ടുള്ള സ്ഥലം നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മൊത്തം വീടാണ്. അത് 500 2000 ആയിക്കോട്ടെ സ്ക്വയർ ഫീറ്റ്. ഈ വീടിനെ ഞാൻ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു. ആ 9 ഡിവൈഡ് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ 9 ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് ഈ പറയപ്പെടുന്ന 45 ഡിഗ്രി, എന്താ 45 ഡിഗ്രി? ടോട്ടൽ 360 ആണ്. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടും? 45 കിട്ടും. അപ്പോൾ പലരുടെയും തെറ്റായ ധാരണ ഇവിടെ ടോയ്ലറ്റ് വന്നാൽ മാത്രമേ അത് കന്നിയിലാകൂ. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹം, വഴക്ക്, പ്രശ്നങ്ങൾ, അവരെന്നെ ടെലിഫോൺ ചെയ്യുന്നു. ടെലിഫോൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ കന്നിയിൽ ടോയ്ലറ്റ് ഉണ്ടോ? കന്നിയിൽ ടോയ്ലറ്റില്ല. കന്നിയിൽ നിന്നും 5 അടി മാറിയിട്ടേ ഒരു ടോയ്ലറ്റ് ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 45 ഡിഗ്രിക്കകത്ത് എവിടെ ടോയ്ലറ്റ് വന്നാലും അത് കന്നിയിലെ ടോയ്ലറ്റ് ആയിട്ട് അതിനെ പരിഗണിക്കും. അപ്പോൾ ഒരു കാരണവശാലും കന്നിയിൽ ടോയ്ലറ്റ് പാടില്ല. അപ്പോൾ നിങ്ങളുടെ വീടിനകത്ത് കന്നിയിൽ ടോയ്ലറ്റ് ഒന്നുമില്ല. അതേസമയം വീടിൻ്റെ പുറത്ത് ഒരല്പം മാറി ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് നിങ്ങളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ബാധിക്കും. അത് നിങ്ങളുടെ കന്നിയിലെ ടോയ്ലറ്റ് തന്നെ. അപ്പോൾ കന്നിയിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഇത് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫംഗ്ഷു പ്രകാരം എന്തൊക്കെ പ്രശ്നമുണ്ട്? ഗൃഹനാഥയ്ക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഉദര സംബന്ധമായിട്ട്, യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? ഫംഗ്ഷു പ്രകാരം തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന കന്നിമൂല വീട്ടിലെ ഗൃഹനാഥയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരുമ്പോൾ ആരെ ബാധിക്കും? ഗൃഹനാഥയെ ബാധിക്കും. 2, വീടിന്റെ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ശരീരത്തിന്റെ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദരവുമായി ബന്ധപ്പെട്ട് വരും. അതുകൊണ്ടാണ് ഉദര സംബന്ധമായിട്ട്, യൂട്രസ് സംബന്ധമായിട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കാനുള്ള കാരണം. അടുത്തത്, ഇവിടെ ഒരു സൗഭാഗ്യമുണ്ട്. ഇവിടുത്തെ സൗഭാഗ്യം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ വിവാഹം, ഭാര്യ ഭർത്തൃ ബന്ധം, ഐക്യം, ഇതൊക്കെയാണ് കന്നിമൂലയുടെ സൗഭാഗ്യമായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. അപ്പോൾ ആ ദിക്ക് ടോയ്ലറ്റ് വന്ന് മലിനപ്പെട്ടപ്പോൾ ഈ സൗഭാഗ്യം നമുക്ക് എന്തു പറ്റി? ദൗർഭാഗ്യമായി മാറി. ദൗർഭാഗ്യമായി എങ്ങനെയാണ് മാറുന്നത്? ഇവരുടെ ഐക്യം ഇവരുടെ വഴക്കായി. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആരോഗ്യം ഇവരുടെ അനാരോഗ്യമായി. അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും ഇതുമൂലം ഉണ്ടാവും. അത് വീട്ടിൻ്റെ പുറത്ത് വന്നാലും അകത്ത് വന്നാലും ആ ദിക്കിൽ വന്നാൽ ഇത് തന്നെ സംഭവിക്കും. അതുപോലെ നമുക്ക് അവിടെ മറ്റ് പല കാരണങ്ങൾ കന്നിമൂലയിൽ വരാം. ടോയ്ലറ്റ് മാത്രമല്ല, ഇന്നൊരു വീട് വെക്കുമ്പോഴത്തേക്ക് കന്നിമൂല നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് വീട് വെച്ചാലോ ഇത് തന്നെയാണ് അവസ്ഥ. കന്നിമൂലയിൽ കിണർ വന്നാലോ ഇത് തന്നെ. സെപ്റ്റി ടാങ്ക് സെയിം, അതേപോലെ ബോർവെല്ലോ സെയിം, വേസ്റ്റ് വാട്ടർ ആണെങ്കിലോ അതും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ കന്നിമൂല എപ്പോഴും വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഒരു കാരണവശാലും അവിടെ ഒരു താഴ്വാരമോ കുഴിയോ ഒന്നും ആകാതെ അവിടെ എപ്പോഴും ഹൈറ്റ് കയറി ഉയർന്നിരിക്കുന്ന സ്ഥലമായി ആ ദിക്കിനെ പരിഗണിക്കണം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂളുകൾ നോക്കാം. ഫെങ്ഷുയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 അനിമൽസിനെ ഫെങ്ഷു പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ. ഒരു വീടിൻ്റെ വാസ്തുദോഷം മാറാൻ വേണ്ടി സ്വീകരണ മുറിയിൽ വെക്കാവുന്ന 4 ടൂളുകളാണ്. വെസ്റ്റിൽ വൈറ്റ് ടൈഗർ വെക്കുമ്പോൾ ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വെക്കുക. ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ വെക്കുമ്പോൾ നോർത്തിൽ ടോർട്ടോയ്സ് അഥവാ ടർട്ടിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് സൗത്തിലാണെങ്കിൽ ഫീനിക്സ് ബേർഡ് വെക്കുക. അങ്ങനെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുമെന്നും വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറുമെന്നും ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏതൊരു വീട്ടിലും വെക്കാവുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ലാഫിൻ ബുദ്ധയാണ്. ലാഫിൻ ബുദ്ധ ഒരെണ്ണം വെക്കണമെന്ന് പറയുമ്പോൾ പല വീടുകളിലും വളരെ ചെറിയൊരു ബുദ്ധ എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് കാര്യമില്ല. മിനിമം ഈ ഒരു സൈസെങ്കിലും ഉണ്ടായിരിക്കണം. ഈ ഒരു മോഡലിൻ്റെ പേര് ട്രാവലിംഗ് ബുദ്ധയാണ്. ഇത് നമുക്ക് ഒത്തിരി പ്രോസ്പെരിറ്റി തരുന്ന ഒരു ബുദ്ധയാണ്.
അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് തരാനായിട്ടുള്ള കഴിവുള്ള റിസൾട്ടുള്ള ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത് 3-legged frog ആണ്. മുക്കാലി തവള, ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് വെക്കുന്നത്. അതുപോലെ ഡ്രാഗൺ ബോട്ട്, ഇത് നമുക്ക് വെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. മെയിൻ ഡോറിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ വേണമെങ്കിലും വെക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.